നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന വാട്സപ്പിലുള്ള വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് ഈ വീഡിയോ. തീർച്ചയായിട്ടും വാട്സപ്പ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടും. ചിലപ്പം നിങ്ങൾക്ക് ഇത് അറിയുന്നതായിരിക്കും, ചിലപ്പം അറിയാത്തതായിരിക്കും. നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ അറിയാത്ത ആൾക്കാർ വേറെ ഉണ്ടാവും, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾക്കിപ്പം വാട്സപ്പിൽ ഒരുപാട് മെസ്സേജുകൾ വരും. മെസ്സേജുകൾ വന്ന എല്ലാം നമുക്ക് വായിക്കാനാകില്ല, ചിലപ്പം വായിക്കാണ്ട് വിട്ടുപോകും. അങ്ങനെ ചിലപ്പം ദിവസങ്ങളോളം മുമ്പുള്ളത് നമുക്ക് വായിക്കാൻ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ താഴോട്ട് ഇങ്ങനെ നോക്കി നോക്കി തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിന് വാട്സപ്പ് പുതിയൊരു ഓപ്ഷൻ തന്നിക്ക് ഈ സെർച്ച് ബാർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഏറ്റവും മേലെ അൺറീഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി വന്നത് കാണാം. ഈ അൺറീഡിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ വായിക്കാണ്ട് വിട്ടുപോയ മെസ്സേജുകൾ തീർത്ത് ഇവിടെ വരും. എൻ്റെ നോക്കണ്ടായിരുന്നു, ഇത് നോക്കി നോക്കുന്നേരം എൻ്റെ വാട്സപ്പിൽ എത്രയാ ഞാൻ വായിക്കാൻ വിട്ട് ഒരുപാടുണ്ടല്ലോ. അതൊക്കെ പിന്നെ നോക്കാം, എന്താക്കാനാ. സംഭവം അങ്ങനെ അടിപൊളിയല്ലേ. അപ്പോൾ ഇനി വായിക്കാൻ വിട്ടുപോയതിനെ നോക്കി നടക്കണ്ട, നമുക്ക് നോക്കാത്ത മെസ്സേജുകൾ എളുപ്പം അങ്ങനെ കണ്ടുപിടിക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് നമ്മളെ വാട്സപ്പിലുള്ള മൊത്തം ചാറ്റുകൾ അല്ലെങ്കിൽ ഒരു ചാറ്റിലുള്ള ഒരു കോണ്ടാക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രൂപ്പിൽ നിന്നുള്ള ചാറ്റുകൾ മൊത്തമായിട്ട് മറ്റൊരു മീഡിയയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനാവും. ഉദാഹരണത്തിന് നമുക്കിപ്പം വാട്സപ്പിലുള്ള ഒരു കോണ്ടാക്റ്റ്, ഞാനൊരു കോണ്ടാക്റ്റ് എടുത്ത് വാട്സപ്പിലുള്ള ഈ കോണ്ടാക്റ്റിലുള്ള ഈ ചാറ്റ് മൊത്തം ഞാൻ ടെലഗ്രാമിലേക്ക് മാറ്റുക. ടെലഗ്രാമിലുള്ള ഇതേ കോണ്ടാക്റ്റിലേക്ക് ഈ ചാറ്റുകൾ മൊത്തം മാറ്റാം. അതുമല്ല, നമുക്കിത് സൂക്ഷിച്ച് വെക്കാനായിട്ട് നമ്മൾ തന്നെ ഒരു അക്കൗണ്ടിലേക്ക്, ടെലഗ്രാമിലോ ഇമെയിലിലോ എവിടെയെങ്കിലും നമ്മൾ തന്നെ ഒരു അക്കൗണ്ടിലേക്ക് നമുക്കിത് ഈ ചാറ്റ് ഇങ്ങനെ തന്നെ മാറ്റി വെക്കാം. അതിനെന്താ ചെയ്യേണ്ടത്? ഇവിടെ മേലെ 3 ഡോട്ട് ഉണ്ടാവും. ആ ഡോട്ട് ക്ലിക്ക് ചെയ്യുക. മോർ ഓപ്ഷൻ എടുത്താൽ ഇവിടെ എക്സ്പോർട്ട് ചാറ്റ് എന്നുള്ള ഓപ്ഷൻ കാണും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഇൻക്ലൂഡ് മീഡിയ, വിത്തൗട്ട് മീഡിയ 2 ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ ഇൻക്ലൂഡ് മീഡിയ തന്നെ കൊടുക്കുക. കുറച്ച് സമയം എടുക്കുക. നേരം ഇൻക്ലൂഡ് മീഡിയ കൊടുത്ത് അതിനുശേഷം നമുക്ക് ഷെയർ ചെയ്യേണ്ട എല്ലാ ഓപ്ഷനും ഇവിടെ വരും. അതിൽ ടെലഗ്രാം സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ജിമെയിലോ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യുക. എവിടെയും നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഗൂഗിൾ ഡ്രൈവോ എവിടെയും സൂക്ഷിച്ച് വെക്കാം. ഞാനിപ്പോൾ ടെലഗ്രാം സെലക്ട് ചെയ്തിട്ട് അതേ കോണ്ടാക്റ്റ് ഞാനിവിടെ സെലക്ട് ചെയ്യാന്ന്. വാട്സപ്പിലുള്ള അതേ കോണ്ടാക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇമ്പോർട്ട് കൊടുത്ത്, ഇമ്പോർട്ട് ആകുന്ന ടൈം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിലുള്ള അതേ ചാറ്റ് കംപ്ലീറ്റ് നമുക്ക് വോയിസ് മെസ്സേജ്, പിക്ചർ മെസ്സേജ്, സകലം എല്ലാ മെസ്സേജും ഇതിലേക്ക് ഇമ്പോർട്ടായി കിട്ടും. സംഭവം അടിപൊളിയല്ലേ. അപ്പം വാട്സപ്പ് ഒന്ന് ഡിലീറ്റ് ചെയ്യാനോ ഡാറ്റ ക്ലിയർ ചെയ്യാനോ ഒക്കെ ചെയ്യുന്നേരം ഇങ്ങനെ അത്യാവശ്യമുള്ള ചാറ്റിൽ നമുക്ക് മറ്റൊരു മീഡിയയിലേക്ക് ഷെയർ ചെയ്ത് സൂക്ഷിച്ചു വെക്കാം. ഇനി വാട്സപ്പിലുള്ള മൂന്നാമത്തെ സംഭവം, വാട്സപ്പിൽ നമുക്ക് ഒരുപാട് ഇമോജികളുണ്ട്, സ്റ്റിക്കറുകൾ. എന്നാൽ ഇതുപോലെ ചലിക്കുന്ന അനിമേഷനോട് കൂടിയുള്ള ഇമോജികൾ, സ്റ്റിക്കറുകളൊക്കെ വാട്സപ്പിൽ വളരെ കുറവാണ്. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടിപൊളി ഇമോജികൾ വാട്സപ്പിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഡിഫാൾട്ടായിട്ടുള്ളത് സെറ്റും ചെയ്യുക. എങ്ങനെ? അതിന് നമുക്ക് അനിമേറ്റഡ് സ്റ്റിക്കേഴ്സ് മേക്കർ ഫോർ വാട്സപ്പ് എന്നുള്ള ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഇമോജികളും സ്റ്റിക്കറുകളൊക്കെ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. അതുപോലെ ഉള്ളത് നമുക്ക് വാട്സപ്പിൽ ആഡ് ചെയ്യുകയും ചെയ്യാം. ഇതെങ്ങനെ ചെയ്യുക? നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ ഡിഫാൾട്ടായിട്ട് ഇതിൽ കുറേ സംഭവങ്ങൾ കാണും. ഇമോജികൾ 29 ഇമോജികൾ കാണുന്നത് സ്റ്റിക്കറായിട്ട്. ഇതൊക്കെ നമുക്ക് വാട്സപ്പിൽ ആഡ് ചെയ്യാം. ഉണ്ടാ, ഇത് മൊത്തത്തിൽ വാട്സപ്പിൽ ആഡ് ചെയ്യാം. ആഡ് ടു വാട്സപ്പ് എന്നുള്ള താഴെയുള്ള ബട്ടൺ അങ്ങ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. വാട്സപ്പിൽ അത് ആഡ് ആയിക്കോളും. അതുപോലെ തന്നെ ഇതിലുള്ള എല്ലാ സ്റ്റിക്കറുകളും, നമുക്ക് ഇഷ്ടമുള്ള ഏത് സ്റ്റിക്കറുകളും വാട്സപ്പിൽ ആഡ് ചെയ്യാം. വെറൈറ്റി സ്റ്റിക്കറുകൾ നമുക്ക് ചങ്ങായിമാർക്ക് ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്യുന്നേരം ചങ്ങായിമാർ ചോദിക്കും, ചങ്ങായിക്ക് ഏടുന്ന ഇത് കിട്ടിയ അടിപൊളി സ്റ്റിക്കറാണല്ലോ, അടിപൊളി ഇമോജി ഒക്കെ ആണല്ലോ. അന്നേരമാണേ ഒലിക്ക് പറഞ്ഞും കൊടുക്കട്ടോ. ഇനി നമുക്ക് നമ്മളേതായിട്ടുള്ള അനിമേഷൻ സ്റ്റിക്കറുകൾ ഉണ്ടാക്കണമെങ്കിൽ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ അതിനുള്ള ഓപ്ഷനുകളുണ്ട്. ഗാലറിയിൽ നിന്ന് ആവശ്യമുള്ള ഫോട്ടോയും വീഡിയോ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ജിഫ് എടുക്കുക. അതിൽ ടെക്സ്റ്റ്, ഇമോജി ഒക്കെ ആഡ് ചെയ്യുക. അതൊക്കെ ചെയ്യുന്നത് കാണിച്ചു തരാണെങ്കിൽ ഒരുപാട് ലെങ്ത്തുള്ള വീഡിയോ ആയിരിക്കും. ആ സ്റ്റിക്കറുകൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തത് കൊണ്ട് അതിൻ്റെ ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. ഓരോ ഓപ്ഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. സംഭവം അടിപൊളിയല്ലേ. അപ്പം വാട്സപ്പുമായിട്ട് ബന്ധപ്പെട്ട ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പ് അറിയാനൊന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അറിഞ്ഞൂടാനുണ്ട് ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. അറിഞ്ഞൂടാത്ത ചങ്ങായിമാരുണ്ടാകല്ലേ.
ഓലും അറിഞ്ഞോട്ടെ എന്ന്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്, നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. പിന്നെ ആരല്ലോ പറയുന്നത് ഇങ്ങനെ കമന്റ്, എനിക്ക് കമന്റ് നോക്കാൻ നേരം കിട്ടായിട്ടാ. ആയിരക്കണക്കിന് കമന്റ് വരുന്നേരം ഒന്നോ രണ്ടോ എണ്ണത്തിന് ഞാൻ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ എന്താ വിചാരിക്കുക? അതിനെ കൊണ്ട് ആർക്കും റിപ്ലൈ കൊടുക്കുകയല്ല. അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.